ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്. അത് പരിശുദ്ധ അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനല്ലേ, ആ ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്. അപ്പോൾ നമുക്ക് ഓതാൻ പറ്റാത്ത സമയത്ത് കേൾക്കാൻ പറ്റും കേട്ടോ. ആ സമയത്ത് നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഓതുമ്പോൾ അവരുടെ അടുത്ത് വന്ന് ഇരിക്കുക, ഖുർആൻ തൊടണ്ട, ഓതണ്ട, മനസ്സിൽ ഓതിയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആരും ധരിക്കേണ്ട, മനസ്സിൽ ഇങ്ങനെ വന്നു പോലും ഉസ്താദെ, അതൊരു പ്രശ്നമില്ല. നാവ് കൊണ്ട് ഖുർആൻ ലക്ഷ്യത്തിൽ ഓതരുത് എന്നുള്ളൂ. മനസ്സിൽ ഒരാൾക്ക് ഏത് സമയത്തും വരാലോ. ബാത്റൂമിൽ പോകുമ്പോൾ ഖുർആൻ ഓതാൻ പറ്റില്ല എന്നറിയാലോ. അപ്പോൾ മനസ്സിലേക്ക് വന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുക. ആ ഖുർആനിൽ ഒരക്ഷരം നോക്കിയോ, ഒരക്ഷരം നോക്കിയാൽ അവിടെ പുണ്യമാണ്. ഒറ്റ അക്ഷരം നോക്കിയോ കൂലിയുണ്ട്. ഖുർആനിൽ ഒരായത്ത് നോക്കിയോ പുണ്യമാണ്. മനസ്സ് ഓതുന്നതിനും തെറ്റില്ല. നാവ് കൊണ്ട് പുറത്തേക്ക് ഖിറാഅത്ത് വരാൻ പാടില്ല, അത് ഹറാമാണ്. ഖുർആൻ എന്ന ലക്ഷ്യത്തിൽ ഒരക്ഷരവും ഓതാൻ പാടില്ല, ഹറാമാണ്. നേരെ മറിച്ച് നമുക്ക് ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടതുണ്ട്. ഇതൊക്കെ വാഹനത്തിൽ കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്താകണം? ഇത് ഖുർആൻ എന്ന ലക്ഷ്യത്തിൽ നിയ്യത്തിൽ ചൊല്ലണ്ട, മറിച്ച് ഇത് അല്ലാഹുവിൻ്റെ ഖുർആൻ എന്ന് പറയാതെ കരുതാതെ ഇത് അല്ലാഹു തആല ദിക്റായി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറഞ്ഞതാണ്. ബിസ്മി ചൊല്ലാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബിസ്മി ചൊല്ലുന്നു എന്ന നിയ്യത്ത് വെക്കാം. നിയ്യത്തിലാണ് കാര്യമുള്ളത്. അപ്പോൾ ചില ആൾക്കാരുടെ സംശയം, അങ്ങനെയൊക്കെ ആണെങ്കിലും ഖുർആനാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവും. ധാരണ ഇപ്പം എന്തൊക്കെ ഉണ്ടാവും? ധാരണ ഉണ്ടായിട്ടൊരു പ്രശ്നവുമില്ല. നമുക്കറിയാം എന്തൊക്കെ ധാരണ ഉണ്ടാവും. എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് മനസ്സിൽ പ്രത്യേകം നിയ്യത്തായി പറയേണ്ടതില്ല. ഖുർആനാണെന്ന് നമുക്കറിയും, അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. മനസ്സിൽ ഖുർആനാണെന്ന് കരുതി പ്രത്യേകം ചെയ്യരുത്. അവിടെ കരുതുമ്പോഴാണ് ഹറാമ് വരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, അത് ദിക്ർ എന്ന നിലക്കാണ് ചൊല്ലുന്നത്. വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലണം, അതേ ദിക്ർ എന്ന നിലക്കാണ് ചൊല്ലുന്നത്. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. അൽഹംദുലില്ലാഹ് എന്നെങ്കിലും പറയണം. ഇനി എന്ത് പറഞ്ഞാലും അത് ഖുർആനാണ്. പക്ഷേ ഖുർആൻ ഉദ്ദേശിക്കണ്ട. അവിടെ ബിസ്മി ചൊല്ലുമ്പോൾ, അൽഹംദുലില്ലാഹ് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ദിക്റാണ്. ഖുർആൻ പറ്റാത്ത സമയത്ത് ഉദ്ദേശിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാതെ നല്ല സമയത്ത് ഖുർആൻ ഉദ്ദേശിച്ചാൽ ദിക്റിൻ്റെയും ഖുർആനിൻ്റെയും കൂലി ഒരു വെടിക്ക് രണ്ട് പക്ഷി. ദിക്റും കിട്ടി, ഖുർആനും കിട്ടി. പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്. നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കണം. പിന്നെ നോക്കുന്നവരുടെ പറയാം അല്ലേ, ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്. അതുപോലെ കഅബാലയം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, കഅബയിലേക്ക് നോക്കൽ പുണ്യമാണ്. ഒരാൾ കഅബയിലേക്ക് നോക്കിയിട്ട് യാ അല്ലാഹ് എന്നുള്ളൊരു ചിന്ത കൽബിലേക്ക് വന്നാൽ ദോഷങ്ങൾ വരെ പുറത്തു പോകുമെന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. കഅബയിലേക്ക് നോക്കൽ പുണ്യമാണ്. അത് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ആദ്യ ഭവനമാണല്ലോ കഅബ. ആ കഅബയിലേക്ക് നോക്കൽ പുണ്യമാണ്. ഉമ്മയിലേക്ക് നോക്കൽ പുണ്യമാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മയിലേക്ക് നോക്കാം, ഉമ്മയിലേക്ക് അടുത്തേക്ക് നോക്കുക പുണ്യമാണ്. അതുപോലെ ഉപ്പയിലേക്ക് നോക്കൽ പുണ്യമാണ്. മാതാപിതാക്കളിലേക്ക് നോക്കൽ പുണ്യമാണ്. ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്. പരിശുദ്ധ കഅബയിലേക്ക് നോക്കൽ പുണ്യമാണ്. മാതാപിതാക്കളിലേക്ക് നോക്കൽ പുണ്യമാണ്. അതുപോലെ ഉസ്താദുമാരിലേക്ക്, എങ്ങനെ എന്ന് പറഞ്ഞാൽ ടീച്ചർമാരിലേക്ക്, ഗുരുനാഥന്മാരിലേക്ക് നോക്കൽ പുണ്യമാണ്. എങ്ങനെയാണ്? അതിൻ്റെയൊക്കെ ഹുക്മകളുണ്ട്. പ്രായപൂർത്തിയെത്തിയ ആണും പെണ്ണും ഒരുമിച്ച് ഒറ്റക്കാകുമ്പോൾ നോക്കൽ നിഷിദ്ധമാണെന്ന് പറയേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, ഒരു ശഹവത്തും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ
അവിടെ നമുക്ക് നമ്മുടെ ഗുരുനാഥന്മാരുടെ മുഖത്തേക്ക് നോക്കൽ പുണ്യമാണ്. അതുപോലെ മക്കളുടെ മുഖത്തേക്ക് നോക്കലും പുണ്യമാണ്. മക്കളുടെ മുഖത്തേക്ക് നോക്കലും പുണ്യമാണ്. ഭാര്യയുടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കലും പുണ്യമാണ്. ഖുർആനിലേക്ക് നോക്കൽ, കഅബയിലേക്ക് നോക്കൽ, മാതാപിതാക്കളിലേക്ക് നോക്കൽ, മക്കളിലേക്ക് നോക്കൽ, അതുപോലെ ഇണകളിലേക്ക് നോക്കൽ, ഈ 5 സ്ഥലത്തേക്ക് നോക്കൽ പുണ്യമാണ്. ഇതൊക്കെ ചില ആളുകൾ അധ്യാപകന്മാരിലേക്ക് നോക്കലുണ്ട്. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കൽ പുണ്യമാണ്. നോക്കുമ്പോൾ തന്നെ കൂലി. നോക്കിയിട്ട് ഒന്നും ചെയ്യേണ്ട, നോക്കിയാൽ തന്നെ കൂലിയാണ്. അല്ലാഹു തആല നല്ല കൂലി വാങ്ങി അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കും രക്ഷപ്പെടുപ്പെട്ട മുത്തഖീങ്ങളായ ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബഹുമാനികളെ, നിസ്കാരം അത് വളരെ കൃത്യമായി നിർവഹിക്കുകയും പിന്നെ നോമ്പ് നോൽക്കുകയും ഭർത്താവിനനുസരിക്കുകയും അതുപോലെ തന്നെ തൻ്റെ ശരീരം കാത്തു സൂക്ഷിക്കുകയും ചെയ്ത പെണ്ണിന് സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണിത് പറയാനുള്ള കാരണമെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. ഒരാൾ കല്യാണം കഴിഞ്ഞു, ഒരു പെണ്ണ് വിവാഹിതയായി. ആ പെണ്ണ് വിവാഹിതയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ വിവാഹിതയായിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭർത്താവിനോട് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഒരു സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇടപെട്ടിട്ട് ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇടയിലൊരു മധ്യവർത്തിയായി ആയിഷ ബീവിയാണ് ഉണ്ടായിരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിഷയം അവതരിപ്പിച്ച് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകമാണ്, ഇദാ സുല്ലത്തിൽ മർഅതു ഖംസഅ വസൗമത് ശഹറഅ വഹഫിളത് ഫർജഅ വഅതഅത് സൗജഹ ദഖലത്തിൽ ജന്ന. ഇതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞ സംഭവം ആ വ്യക്തിയുടെ സംഭവം ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. ഇനി ഇതിന് ശേഷം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സഹോദരി വന്നപ്പോൾ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ആരോടെങ്കിലും ഒരു സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നുവെങ്കിൽ അത് ഭാര്യ ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യട്ടെ എന്നാകും ഞാൻ പറയേണ്ടത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പറയുമ്പോൾ ആധുനികയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല.